ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൃപാസനം പള്ളിയിൽ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് പുതിയ ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ മനസ്സിലത് പ്രാർത്ഥിച്ചതാണ്, ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം. അപ്പം എൻ്റെ ഹസ്ബൻഡ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി, 2 വട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം എടുത്തിട്ട് പിന്നെ പുതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കൂടെ കൃപാസനത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇച്ചൻ്റെ പപ്പയും അമ്മയും തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഞായറാഴ്ച വന്നു. അപ്പോൾ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. പുതിയതായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് പ്രത്യേകം കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം രാവിലെ 7 മണിക്കും പിന്നെ 11 മണിക്കും പിന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കുമാണ് ക്ലാസ്സുകളുള്ളത്. അപ്പം ഞങ്ങൾ 11 മണിക്കുള്ള ക്ലാസ്സിലാണ് കയറിയത്. ഞങ്ങൾ 8:30 ഇറങ്ങിയെങ്കിലും അവിടെ എത്തിയപ്പോൾ തന്നെ മണി 10:45 കഴിഞ്ഞു. 11 മണി ആകാറായി. എനിക്ക് 251 ടോക്കണാണ് കിട്ടിയത്. ടോക്കൺ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കൃപാസനത്തിലെ പത്രവും കിട്ടും. അവിടെ 100 രൂപയാണ് നമ്മൾ ആദ്യം അടയ്ക്കേണ്ടത്. ടോക്കൺ എടുത്തതിന് ശേഷം പുതിയ ഉടമ്പടി എടുക്കുന്നവർക്ക് പ്രത്യേക ക്ലാസ് വച്ചിരിക്കുന്നത് 2ാമത്തെ നിലയാണ്. അവിടെ പോയിട്ട് വേണം നമ്മൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു, നിറയെ ആളായിരുന്നു. പിന്നെ സീറ്റ് കുറച്ചൊക്കെ ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിരുന്ന ക്ലാസ് എനിക്കൊന്ന് കഴിഞ്ഞിറങ്ങിയപ്പോൾ 3 മണിക്കൂറോളമായി. ഞാൻ വീട്ടിൽ നിന്ന് പോയപ്പോൾ അവിടുത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ കൃപാസനം പള്ളി കണ്ടപ്പോൾ പിന്നെ എനിക്ക് ഫോൺ കൈകൊണ്ട് തൊടാൻ പോലും പറ്റിയില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അകത്ത് കയറിയപ്പോൾ പിന്നെ ഫോൺ എനിക്ക് എടുക്കാനേ പറ്റിയില്ല. വീഡിയോ എടുക്കുന്നതായിരിക്കും ഞാൻ മറന്നുപോയി. മൊത്തം ഞാൻ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്ന കാര്യത്തിലോട്ട് തന്നെ അങ്ങ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് അതൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ എടുത്തിട്ടില്ല വീഡിയോസ്. അവിടെ കൃപാസനത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു എന്താ പറയുക, അവിടെ ചെന്ന് അനുഭവിക്കേണ്ട ഒരു ഇത് തന്നെയാണ്. നമ്മൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്ന ആ ക്ലാസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കതിൽ പലതും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിക്കാൻ പറ്റുന്നവർ മാത്രമേ ഉടമ്പടി എടുക്കാവൂ. അങ്ങനെ എടുക്കാൻ പറ്റില്ല, ഇത്രയും കേട്ടിട്ട് നിന്നെങ്കിൽ തിരിച്ചു പോയി നിങ്ങൾക്ക് ടോക്കൺ കൊടുത്ത് ക്യാഷ് മേടിച്ച് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധാപൂർവ്വം അത്രയും ആ ഒരു 3 മണിക്കൂർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു 3 മണിക്കൂറാണ് ആദ്യത്തെ ആ 3 മണിക്കൂർ. ക്ലാസ് പകുതിയാകുമ്പോൾ നമുക്ക് ഉടമ്പടി പത്രം തരും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നിയോഗങ്ങൾ എഴുതാനുള്ള 6 നിയോഗങ്ങൾ എഴുതാനുള്ള പേപ്പറും കാണും. അതെങ്ങനെ പൂരിപ്പിക്കണം എന്നൊക്കെ നമുക്ക് പ്രത്യേകം ക്ലാസ് ഉണ്ട്. അതൊരു അരമണിക്കൂറുണ്ടെന്ന് തോന്നുന്നു. ആ അരമണിക്കൂറത്തെ ക്ലാസ് നടക്കുന്നതിനിടയ്ക്ക് നമുക്ക് അത് കേട്ടിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. ഈ ഉടമ്പടി പത്രത്തിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ലാസ്റ്റ് മെയിനായിട്ടുള്ള ആൾക്കാരിൽ വന്ന് വാഗ്ദാന പേടകത്തിലിടാനുള്ള പേപ്പർ, അതായത് നിയോഗങ്ങൾ എഴുതുന്ന പേപ്പറും കൂടെ കിട്ടുന്നത്. അതിൽ കൂടെ തന്നെയാണ്. ക്ലാസ് കഴിഞ്ഞ ശേഷം താഴത്തെ 8ാമത്തെ കൗണ്ടറിൽ വരുമ്പോൾ ഉടമ്പടി തൈലവും കാശ് രൂപവും ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ നിന്ന് കിട്ടും. ബാക്കി എല്ലാ നേർച്ച വസ്തുക്കളും 120 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് അവിടുത്തെ 8ാമത്തെ കൗണ്ടറിൽ നിന്ന് കിട്ടും. ഉടമ്പടി തൈലവും കാശ് രൂപവും കിട്ടുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ആൾത്താരയിൽ നിന്നാണ്. ഉടമ്പടി പത്രത്തിൻ്റെ കൂടെ നമുക്ക് 2 പേപ്പറാണ് നിയോഗങ്ങൾ എഴുതാൻ കിട്ടുന്നത്. ഒന്നിൽ ഷോർട്ടായിട്ട് എഴുതണം, ഒന്നിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അത്രയുള്ള സ്പേസ് കാണും. ഒന്നിൽ കുഞ്ഞായിട്ട് എഴുതാനുള്ള സ്പേസേ ഉള്ളൂ. ആ കുഞ്ഞു പേപ്പർ ഈ 8ാമത്തെ കൗണ്ടറിൽ അവർ സീൽ ചെയ്ത് അങ്ങ് കീറിയെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പോകേണ്ടത്, ആദ്യം നമ്മൾ ഈ കൃപാസനം പള്ളിയിലേക്ക് കയറി വരുമ്പോൾ ആദ്യം കാണുന്ന ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ പിന്നെ വരേണ്ടത്. അവിടെ ഒരു സിസ്റ്റർ കാണും. ആ സിസ്റ്റർ നമ്മുടെ ഈ ടോക്കൺ അനുസരിച്ച് വിളിക്കും. എനിക്ക് 251 220 മുതൽ 255 വരെയുള്ള ടോക്കണിലാണ് എന്നെ വിളിച്ചത്. ആ സിസ്റ്റർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം പ്രദക്ഷിണമായിട്ട് എനിക്കൊന്ന് ഒരു ബാച്ചിൽ അവർ 15 പേരെയൊക്കെ വിളിക്കും. എന്നിട്ട് അത്രയും പേരെ പ്രദക്ഷിണമായിട്ട് മെയിനായിട്ടുള്ള ആൾക്കാരിലേക്ക് വിടും. അപ്പം നമ്മളവിടെ നിന്ന് ആ ഒരു പ്രദക്ഷിണത്തിൽ പാടാനുള്ള പാട്ട് സിസ്റ്റർ എന്നെ പഠിപ്പിച്ചിട്ട് നമ്മൾ പാട്ടും പാടി നമ്മൾ മെയിനായിട്ടുള്ള ആൾക്കാരിലോട്ട് പോകുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ മുന്നേ പോകുന്നവർ ഉടമ്പടി കംപ്ലീറ്റ് ആക്കിയിട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് താമസിക്കും. അപ്പോൾ നമുക്ക് അവിടെ സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ പറ്റും. നമ്മുടെ ഇട സൈഡിലായിട്ടാണ് സാക്ഷ്യം പറയുന്നത്, നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇട സൈഡിലായിട്ട്. അപ്പോൾ ഞാൻ ഒരു സാക്ഷ്യം കേട്ടു. എനിക്കത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്, എനിക്കത് കേൾക്കാൻ കഴിഞ്ഞതിൽ. കാരണം 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു അമ്മ വന്ന് സാക്ഷ്യം പറഞ്ഞു. നല്ല അനുഭവങ്ങൾ അവർ അവിടെ പങ്കുവച്ചു. അതെല്ലാം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുന്നേ കയറിയവർ ഉടമ്പടി കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് അവിടെ നിന്നാണ് നമുക്ക് ഉടമ്പടിയുടെ തൈലം തരുന്നത്. ഉടമ്പടി തൈലവും കാശ് രൂപവും നമുക്ക് അവിടെ നിന്ന് തരും. അവിടെ നിന്ന് തന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിക്കുക എന്നാണ്. നമ്മുടെ കയ്യിൽ തന്ന ഉടമ്പടി തൈലത്തിൽ നിന്നും 2 തുള്ളി നമ്മൾ ആ വിളക്കിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ വിളക്ക് തെളിയിക്കണം. അതിനുശേഷം സിസ്റ്റർ എല്ലാവരോടും മുട്ടുകുത്തി നിന്ന് പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലാൻ പറയും. അതിനുശേഷമാണ് നമ്മുടെ കയ്യിലുള്ള നിയോഗങ്ങൾ എഴുതിയ പേപ്പർ ആൾത്താരയിലുള്ള വാഗ്ദാന പേടകത്തിൽ പ്രാർത്ഥനയോടെ ഇടേണ്ടത്. ഇത്രയാണ് നമ്മൾ ഉടമ്പടി എടുക്കാനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് 2 മെഴുകുതിരി തരും, 2 നിറത്തിലുള്ളത്. ഒന്ന് നീലത്തിരി, ഒന്ന് പച്ചത്തിരി. നീലത്തിരി എന്ന് പറയുന്നത് വെളുപ്പിന് 5:30 കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ളതാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത്.
പിന്നെ പച്ചത്തിരി കത്തിച്ച് ചൊല്ലേണ്ടത് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ്. മരിയൻ ഉടമ്പടി പ്രാർത്ഥനയാണ് ആ സമയത്ത് നമ്മൾ ചൊല്ലേണ്ടത്. പിന്നെ രാവിലത്തെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മണിക്ക് മുന്നേ തന്നെ നീല നിറമുള്ള മെഴുതിരി കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. കൃപാസനത്തിൽ മരിയൻ ഉടമ്പടി പ്രാർത്ഥന എടുത്തവർക്ക് അനുദിനം പ്രാർത്ഥിച്ച് അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കാൻ പ്രത്യേകം ആശീർവദിച്ച് നൽകുന്നതാണ് ഈ നീല മെഴുതിരി. പരിശുദ്ധ അമ്മയുടെ മേലങ്കിയുടെ നിറമാണ് ഈ നീല. അതുപോലെ പച്ച മെഴുതിരിയുടെ കാര്യം പറയുവാണെങ്കിൽ ഉൽപ്പത്തി 9:3 അനുസരിച്ച് പച്ച ഉടമ്പടിയുടെ നിറമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രത്യാശയുടെയും സമ്പൽ സമൃദ്ധിയുടെയും വാഗ്ദാനത്തെ അനുസ്മരിക്കുന്നതാണ് പച്ച നിറം. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മണി 4 ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ 10:45 വന്നതാണ്. 4 മണിക്കാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഫുഡ് പോലും ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വിശപ്പ് പോലും തോന്നിയില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ഞങ്ങളവിടെ 4 മണിക്ക് ഇറങ്ങി. പിന്നെ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ നിങ്ങൾ കണ്ടാണ്, ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓപ്പോസിറ്റുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി. അവിടെ നിന്ന് ഉച്ചയൂണൊന്നും ഇല്ലായിരുന്നു, എല്ലാം കഴിഞ്ഞായിരുന്നു. 4 മണി ആയില്ലേ, അപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ കിട്ടിയ ദോശയൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നേരെ വന്നത് എടത്തോ ചർച്ചിലാണ്, എടത്തോ പള്ളിയിലാണ് ഞങ്ങൾ അവിടെ നേരെ വന്നത്. അമ്പലപ്പുഴ വഴി എടത്തോ ചർച്ചിൽ വന്നു. അവിടെ വന്നിട്ട് ഞങ്ങളവിടെ എടത്തോ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. എടത്തോ പള്ളിയിൽ ഞങ്ങളവിടെ വന്നപ്പോൾ അവിടെ കുർബാന നടക്കുമായിരുന്നു. തുടങ്ങിയതല്ല, തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുർബാന നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ കയറി. കുർബാന നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് കാണിക്ക കേട്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.